വണ്ടി കെട്ടി വലിച്ചാൻ വേണ്ടി കണ്ണനോട് ഡൊമിനാറായിട്ട് വരാൻ പറഞ്ഞ. ഓ വരുന്നുണ്ട് കണ്ണൻ. കജ്ജ് കൈവരി ഇങ്ങോട്ട് വാ. കൊമാക്കി ചത്ത്. എന്തുണ്ടായിരുന്നല്ല വണ്ടി പോണടിയിൽ പോണാവണില്ല. ഞാൻ അപ്പാൻ്റെ വണ്ടി കൊണ്ടുപോയി കൊടുക്കട്ടെ. നമുക്ക് കെട്ടണ്ടേ? ഇതെങ്ങനെ കെട്ടും കണ്ണാ? എങ്ങനെ കെട്ടും? എവിടെ കെട്ടും? വണ്ടി സ്റ്റാർട്ടായില്ല ഡൊമിനാറും. അത് ചില സമയത്ത് അതും കിട്ടൂലേ. അതായിരുന്നു മുന്നിൽ അതാ കമ്പനി തന്നെ ഇടാ. ഞാൻ മര്യാദക്ക് കയറ്റിങ്ങനെ കയറിപ്പോയി. എനിക്ക് ഏറ്റവും പാട് ചാർജ് ഉണ്ട്. ഇപ്പൊ വണ്ടി ഇതൊക്കെ ഷാമിലിന്റെ സസ്പെൻഷൻ പോയതാ. എൻ്റെ വണ്ടീൻ്റെ കളയാൻ ചോദിച്ച. സസ്പെൻഷൻ അല്ല, ഓൻ്റെ പൊട്ടി അടിഭാഗം. ഇതെങ്ങനെ കിട്ടും? വേറെയും കെട്ടാനില്ല. അവിടെ തന്നെയല്ലേ കെട്ടല്. ഇത് മട്ടാണോ കെട്ടുക? ഇത് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ആ പാൻ്റെ മുന്നിൽ വണ്ടി എത്തിച്ചു കൊടുക്കണം. കണ്ണ ഹാപ്പി അല്ലേ വർക്കം കളഞ്ഞിട്ട്? നമുക്കിത് ഇതിൽ ഇങ്ങോട്ട് എടുക്കാം. വേറെ മുറിയാതെ പോലത്തെ ഇതിലേ അല്ലെങ്കിൽ ഇത് പറഞ്ഞു വരും. ഇനി ഇതേറ്റ് പൊട്ടി പോരൂ. ഇതിലിട്ടാലോ കാരണം ഇങ്ങനെ കുഴപ്പമില്ല. ഇതിലും വലിയ പൊട്ടൽ പൊട്ടിയതാ. എനിക്ക് ധൈര്യമായിട്ട് ഇട്ടോ. അറിഞ്ഞു പോകില്ല അങ്ങനെ. പക്ഷെ ഇവിടെ ഈ സാധനത്തിമൊക്കെ വെയിറ്റ് ചെയ്യുക. ഇത് ഇവിടെ ഇട്ടാ ഇറങ്ങി പോകും. ഇട്ട് നോക്കുക. അല്ല, മേൽഭാഗം ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. ചിലപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ പിന്നെ വണ്ടിട്ട് വരും. പാർട്സ് പോലില്ല, സർവീസ് സെന്റർ ഇല്ലാത്ത കൊണ്ടോട്ടെ. ആൾക്കാരുടെ ഈ റോഡ് പ്രസൻസ് ആണ് ഭയങ്കര. പോന്നപ്പോ രണ്ട് കുട്ടികളെ നോക്കണ്ടായിരുന്നു. പിരാഗിയ സംശയമുണ്ട്. ഒരിക്കലില്ല. ഇത് ധൈര്യമായിട്ട് കടിക്കോ? ഇതിലുണ്ടല്ലോ ഇങ്ങോട്ട്. ഇത് 90 കെട്ട്. എവിടെ കെട്ടിയാലും പ്രഷർ ചെയ്യാൻ മാതിരി തന്നെ കാരണം അല്ലേ? എന്നെ കൊണ്ട് കെട്ടാൻ പോയിപ്പോലെ. ഞാൻ കെട്ടിയ ബൈക്കന്ന് കെട്ടതിൻ്റെ പോകും. വണ്ടി ഞാൻ ഇറക്കത്തെ എവിടെയും കിടക്കൊണ്ടാവും. അല്ലെങ്കിൽ ഇനി എന്താ കിട്ടാൻ ബാക്കി അക്കൗണ്ടിന്? യൂട്യൂബിനും കിട്ടി കിടക്കുന്നതാണ്. റിപ്പോർട്ട് അടിച്ചേട്ടോ. ഏത് ഓൾറെഡി എന്റെ അക്കൗണ്ടിൽ 8,000 അക്കൗണ്ടിൽ നിന്നുണ്ട്. ഇനി എന്റെ വക കിട്ടിയത് ഒന്നും ഉണ്ടാവാൻ പോണില്ല. പറഞ്ഞടിപ്പിച്ചു. കുറച്ച് ഇങ്ങോട്ട് ഇരിക്കല്ലേ. അല്ല ഇവിടെ വേറെ കെട്ടേരി പോകാനുണ്ട്. കണ്ണന്റെ കെട്ടല് കണ്ടോളി. ഇതില്ലേ ഇങ്ങനെ ഏത് പോണടിയില് വണ്ടി ഒന്ന് ഓഫായി പോ. കുറച്ച് ലൂസാക്കി ഉണ്ട്. വണ്ടി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ? അങ്ങനെ മതി. അല്ല ഇതിപ്പോ പരിക്ക് എത്തിച്ചാണ്. ഇത് എന്താ പ്രശ്നം എന്ന് അറിയില്ല. വണ്ടി ഇപ്പൊ പോണടി പെട്ടെന്നാണ് ഓഫായതാണ്. ഉണ്ട്. ഇത് സർവീസ് അതിൽ കണക്ട് ചെയ്യിക്കാരം. ഇത് കമ്പനിയുടെ സർവീസ് സെന്റർ പോലും ഇല്ലാത്താണ് ഇതിന്. പാളിയൊക്കെയാണ് ക്യാമറയ്ക്ക്. കണ്ണെന്ന എയർല്. ഇതിന് മുമ്പ് മീനാജിത്ത് എത്തും താറി കയറിയ എയർലായതാ. പക്ഷെ ഇതിന് ഏറെ കാരണം മാത്രം കിട്ടുന്നില്ല എൻ്റെ ഏറ്റവും കൂടുതൽ സംഘം ഉണ്ടാവരോ. നാളെ ഡൊമിനാറ് കെട്ടി വെച്ചാൽ ഷാമിൻ്റെ വണ്ടിക്കും പോയി. ഒന്നൊന്നര മുതല് കിട്ടി. പക്ഷെ ഒന്നും വീഡിയോ എടുത്തില്ല. മിസ്സായി. ഞാൻ പിന്നെ വരൂല. കണ്ണൻ ഹാപ്പി. പെരുന്ന എന്തേലും പറഞ്ഞോ? ഷാമില് പറ്റണ്ടേ? ഞാൻ റിവേഴ്സ് എടുത്തോട്ടെ.
ചെങ്കാടി ആ ഇവിടെ നിന്നോട്ടെ. ഇത് ബോഡിമക്ക് വെയിറ്റ് വരുമോ? ഇതിലും പോവില്ലേ? അത് ഇതിലെ എളുപ്പം. ഇതിലല്ലേ കയറ്റം കമ്മി. ഫസ്റ്റ് ഗിയറിലിട്ട് അങ്ങനെ പോവന്നെ. ഇത് ബോഡിമക്ക് വെയിറ്റ് വരുവാണ ആ പോവും. കുറച്ച് മേലക്കിടാ മീൻസ് അങ്ങനെ ചോദിച്ചോ. നമുക്ക് ഇങ്ങനെ അത് കഴിക്ക പോരും. കേട്ടെ നിയമക്ക് ഇതില്ലേ ഇത് കെട്ടി വലിച്ചതിനൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ടാവായില്ല, ചിലപ്പോൾ കമ്പനി ഇല്ലാത്തോണ്ട്. അതിലും മെനല്ലല്ലേ കണ്ട നിക്ക്. ഇത് കണ്ണൻ ഹാപ്പി ആവും. എവിടെ കേട്ടോ വലിച്ചുള്ള ഓപ്ഷൻ വണ്ടിയും കൊടുത്തില്ല. അഥവാ ഞാൻ നോക്കണേ എവിടെ ഇട്ട് കെട്ടുന്ന പക്ഷെ ഇത് പൊട്ടൂലല്ലോ അല്ലേ? ഏതായാലും കമ്പി മാറ്റാനുള്ള പ്ലാനിങ്ങില്ല. ഒന്ന് കൈക്ക് പോയിരുന്നില്ലെങ്കിൽ കാണാം. ഈ സാധനം മറ്റ എന്താ അറിയോ? ഇതൊക്കെ ഇതാണ് അവസ്ഥ. അത് ഒന്നായിട്ടാണ് പോരും. എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ആണ് മോനെ. നമുക്ക് ഇത് പറഞ്ഞാൽ പ്ലാസ്റ്റിക്ക ലാഭമായില്ല ഇപ്പം ഇത്. ഓക്കെ ഒന്ന് വലിഞ്ഞ കഴിഞ്ഞ ഒന്ന് റിവേഴ്സ് ഇട്ടോ. അവിടെ നല്ല പ്രഷർ വരുന്നുണ്ടോ അവിടെ കേട്ടോ. അയ്മലൊക്കെ അതാണിപ്പോ പോരാളുള്ളത്. കുറച്ച് ഇങ്ങോട്ടിട്ടാ ഉണ്ട് വെല്ലച്ചാറി. അതിന് മാത്രം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇജ് വണ്ടിമ്മ കയറിക്ക. ഒന്ന് വണ്ടിമ്മ കയറിക്ക. എന്നിട്ട് ഞാൻ ബാക്ക് വലിച്ചോട്ടെ. ഇജ് ബ്രേക്ക് കുടിച്ചെന്നോ? വെല്ലച്ചാലേ അറിയുള്ളൂ. ബ്രേക്ക് കുടിച്ചേട്ടോ. ന്യൂട്രലായിക്കാലം. ബോഡി പൊട്ടോ എന്നുള്ള പേടിയാ. എടുത്തു നോക്ക്. നമുക്ക് എല്ലാവരും പോയേക്കാ. സ്റ്റാർട്ടായിക്കോ. വല്ല നീങ്ങി അവിടെ ഇതിലാണ് കയറി അവിടെ മേലക്ക്. എടുത്തോ വെല്ല എല്ലാവരും പോയോട്ടെ. നീ കണ്ണാ കൊമ്മാക്കി വെച്ച് കണ്ണമ്മൂട്. ചീറിച്ചോ ചീറിപ്പിച്ച കണ്ട ചീർപ്പിച്ച് എണ്ണ കൊടുത്തിട്ടല്ലേ ഡൊമിനാർ ഓടിനെ ചീർപ്പിച്ചൂട്. എന്റെ കൈക്കൊന്നും പോകണ്ടിട്ടോ. നീ കയറ്റം എടുത്തെടുത്തെടുത്തോ. ചാർജ് ചെയ്യുന്നു ഇങ്ങനെ പോട്ടെ വരേക്ക്. ചാർജ് ചെയ്യുന്നത് അങ്ങനെ പോട്ടെ. ആൾക്കാർ ഏറെ കയറി ഊക്കിൽ തുടങ്ങിയോ. കണ്ണമ്മോട് എല്ലാം കണ്ണേട്ടന്റെ ഐഡിയകൾ. കണ്ണേട്ടൻ എവിടേക്കാണ്? ചീറിച്ചോ
കൊടുത്തോ. ഓ ഗൈസ്, ഇലക്ട്രിക് മോഡ് ഗൈസ്, റെയർ പിസ്കൊമാക്കി ഉമ്പി ഗൈസ്. അല്ല എന്ത് പറയാനത്, ഞങ്ങളിപ്പോ പോണത് ഒന്ന് റോഡിന്റെ കണ്ടീഷൻ. റോഡ് ഭയങ്കര നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് നല്ല കണ്ടീഷനായിട്ട് വണ്ടി അവിടെ ഉണ്ട്. ഓഫ് റോഡിങ് മോഡിലാണ് ഞങ്ങൾ. ചീർപ്പിച്ചോ ചീറട്ടെ. കണ്ണേറ്റ മൂട്. കണ്ണനാണ് ഞങ്ങളെ ഹീറോ. എപ്പോ എന്ത് വന്നാലും കണ്ണനെ വിളിക്കുക. 11 22 33 44 വല്ലേ. ഇതിന് മുമ്പ് ഒരട്ടം ഡൊമിനാർ കെട്ടി വലിച്ചാൻ വേണ്ടി എൻ്റെ ചെങ്ങായി ഷാമിലിന്റെ ഡിയോ ഓടുന്നു. ഡൊമിനാറാണല്ലോ, 400 cc ആണല്ലോ, 180 സംതിങ് കിലോ ഉണ്ടല്ലോ. ഡിയോ കെട്ടി വലിച്ചു. ഡിയോന്റെ സസ്പെൻഷൻ പോയി, ഡിയോന്റെ നാട്ടു ഓടിക്കും. ബാഗത്തെ കമ്പി കൊട്ടാരെ ഇണച്ച് വേഗം വലിപ്പിച്ചു അങ്ങനെ. ഓ ഗൈസ്, കണ്ണൻ മൂട്. ഏത് മൂട്? കണ്ണൻ മൂട്. ഇത് കൊടുത്ത് ഇത് തന്നെ പോട്ടെ. ചാർജ് തന്നെയാണ്. പോടാ, ഞങ്ങൾ തരി പോട്ടെ. പോട്ടെ കണ്ണ ഫാൻസ് കൊടുത്ത ചീർപ്പിച്ചു. ഓ കണ്ണൻ. കുട്ടികളൊക്കെ ഉമ്മാരി ഊക്കര ഞങ്ങളെ. പോട്ടെ സെറ്റാണ്. തങ്ങൾ വണ്ടി എടുത്താൽ മതി. അങ്ങനെ തന്നെ, അങ്ങോട്ട് തന്നെ. കണ്ണേറ്റ മൂട്. അടിപൊളി. ഫാനൊക്കെ ഉണ്ട്. എന്തൊരു അശലീല ശബ്ദങ്ങളൊക്കെ കേട്ടെ. എനിക്ക് അല്ല, ഞാൻ ഇവിടെ തള്ളി കേട്ടെ. കുറച്ച് തള്ള അല്ല. നീ കൊടുത്തോ. തള്ളി നീ കൊടുത്തോ. നെക്സ്റ്റ് കൊടുത്തോ. ഓക്കെ. അയ്യോ ശിവനേ, സത്ത് കണ്ണൻ ഉണ്ടായതുകൊണ്ട് ജീവിച്ചു പോണു. മൈ ഗോഡ്. ഞാൻ അപ്പാന്റെ മുഖത്ത് നോക്കണ്ടേ? എങ്ങനെ നോക്കും? കുടിച്ച ഒന്നും നില്ല. ഒറ്റ മിനിറ്റ്. ഇന്റർനാഷണൽ ഡീലിംഗ് തന്നെ. എടുത്തോ. കൊടുത്തോ. ഓ ഗൈസ്, ഡൊമിനാർ മുമ്പിൽ ഞാൻ മുമ്പിൽ ട്രിപ്പിൾ മുമ്പിൽ. എന്ത് എളുപ്പം കുറച്ചായിട്ട് കഷ്ടപ്പാട് അണ്ണാക്ക് കയറി മൂക്ക് കൂടി കയറി കൂടിയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. എന്തൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ബമ്പറും വന്ന്. അല്ല സ്റ്റാൻഡേജ് എടുത്തോ. മൊട്ടേശി പോയി പിന്നെ. ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. വെള്ളിയൊന്തി വരി കത്തിച്ചു അയച്ചണ്ടേ. ഇച്ചല്ല, വണ്ടി പോകുന്നടിയിൽ ഓഫായി. അങ്ങനെ ഡൊമിനാർ കൊമാക്കി പരിയിൽ എത്തിച്ചപ്പോൾ കൊമാക്കി ഓണായി. പരിപാടിയായി പോയി. ഇപ്പം അത് കഴിഞ്ഞ അടുത്ത പരിപാടി എന്താ അറിയോ? ഡിസ്കവറി ചാൻ ഡൊമിനാറായിട്ടാണല്ലോ പോയത്. ഡൊമിനാറിൻ്റെ ABS പോയി.
ഇറങ്ങാൻ വയ്യില്ല. എന്തോ മിസ് കണ്ണാ ഇങ്ങനെ ഇതെന്താടാ ഇങ്ങനെ എങ്ങനെ ഡൊമിനാറായിട്ടും ABS നന്നാക്കാൻ കൊണ്ടോട്ടെ. ABSും പോയി വേറെ എന്തൊക്കെ പോയിക്കണം. ഇതേറ്റും വർഷാപ്പൊക്കെ എത്തണം. ഡൊമിനാറായിട്ടും ഞങ്ങൾ പോയിട്ട് വരാം. വലിച്ചപ്പോഴത്തേക്കും ഡൊമിനാറിൻ്റെ ABS കൊണ്ടി ഇങ്കരിക്ക് എഞ്ചിൻ വാണിലേറ്റ് എത്തില്ല. ആരോ കിട്ടണേ പോട്ടെ. വണ്ടി കെട്ടി വലിച്ചു വന്ന് സർവീസ് ചാർജ് എടുക്കണ്ടോ? ഡിസ്കളവിന് എണ്ണ ഇങ്ങനെ എടുക്കണം. ഞാൻ അരമുറി പിസ്കനാണ്. ശ്യാമിന്റെ വാപ്പ റിച്ച് ആണല്ലോ. വണ്ടിയൊന്നും കെട്ടി വെച്ചില്ല. ശ്യാമിനെ ഡിയോ കെട്ടി വലിച്ചതിന് പറ്റി. റെഡ് ബുള്ളിനൊക്കെ സർവീസ് ചാർജ് പറഞ്ഞാലേ നോക്കാം. കൊട്ടവണ്ടി കെട്ടി വലിച്ച 200 റുപ്യാണ്. 100 റുപ്യന്റെ ഡ്രൈവർ കൂലിയാ. അതിന്റെ കുഴപ്പാ. സൈലൻസറിന് പോകല്ല. പിന്നെന്താ വരിക? കണ്ണൊക്കെ ഒരു 10ന്റെ ലിച്ചി അടക്കേ. അതൊന്നും അത് ലിച്ചി പെടൂല. അത് അമൂല. ആരാണ്? ആരാ വേണ്ട. നമുക്ക് എന്ത് ചെയ്യാറോ? ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഷോഡാവാം. ഷോഡാൻ പറഞ്ഞത് ഷോഡക്ക് ബഹുമാനം കൊടുക്കുക. ഇത് നാരങ്ങട്ട് പിന്നെ കുടിച്ചാൽ ഷോഡാക്കിയല്ലോ. മറ്റേ ഷോഡ എന്നാ കണ്ട ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഇത് രാവിലെ ചാടിച്ചിട്ടില്ലായിരുന്നു. ക്യാമറ നടന്നില്ല. രാവിലെ ചാടിച്ചിട്ടില്ലേ? ഇതിലെന്തുണ്ട്? എന്തുണ്ട് സാധനം? സാധനമുള്ള ഞാൻ അറിഞ്ഞില്ല. അതിലുള്ള ഞാൻ അറിഞ്ഞില്ല. ഞാൻ തൊള്ളിക്ക് സിപ്പ് ഒന്നും കിട്ടിയില്ലേ. എന്ത് ലൈഫ് അതെ കണ്ടിട്ടേ ഇല്ല. പെരീസ് എന്നപ്പോ അടുത്ത പണി എന്താറിയോ? സിമെന്റും ചാക്ക് കൊണ്ടുവരണം. അപ്പൊ ഇല്ലാത്ത ചാർജ് ഇല്ലാത്ത ആപ്പാന്റെ മറ്റൊരു ഇലക്ട്രിക് എടുത്ത് ഇറങ്ങിക്കണം. പോയോട്ടെ നമുക്ക് എന്ത് ചെയ്യാനാണ് വല്ല വല്ല വണ്ടി പോകുമല്ലോ. വണ്ടിയിൽ ഫുൾ ചാർജ് ആയതുകൊണ്ടാണ്. ഇതൊരു കയറ്റായിട്ട് തോന്നൂല എന്ന് എനിക്കും അറിയാം. പക്ഷെ വണ്ടി AVന്റെ മേലേക്ക് കയറുന്നില്ല. ഞാൻ ഹാപ്പിയാണ്. തളണ്ടേരും അല്ലാന്താ. ഇനിയാണ് ട്വിസ്റ്റ്. ഞങ്ങളടുത്ത് മാരക കയറ്റം വരാണ്ട്. ആ കയറ്റം ഇത് കയറൂല. 22 വെച്ച് ഞാൻ ഇപ്പം കയറും. മോഡങ്കി മാറ്റോടെ സിമെന്റും ചാക്ക് ഞാൻ കയറ്റം തുടങ്ങി. ഇത് തള്ളൽ തുടങ്ങാം. പറക്കും തളിയൊക്കെ ദിലീപിന്റെ വണ്ടി ഇതിലേറെ ഉസാറാട്ടോ. ഇതിപ്പോ കാൽ സപ്പോർട്ട് വേണം. ഇനിയിപ്പോ എന്റെ ചന്തി തിന്ന് ഇറക്കി വെക്കേണ്ട അവസ്ഥയാണല്ലോ കുറച്ചോനെ. പറക്കും തളിക 3 സ്പീഡ്. എന്തൊക്കെ മാറ്റി 3 ആയി. അപ്പം മെച്ചത്തിലാണ്. നീച്ചോടുത്താലെങ്കിൽ എന്തെങ്കിലും മാറ്റാം. 4 പിടി വണ്ടി ഒന്നിലേക്ക് തിന്നാൻ കറണ്ട് തരുന്നല്ലേ. ഒന്ന് ഉസാറാട്ടി വെക്കാം. 4 നേരം വെട്ടി മുണങ്ങുണ്ടല്ലോ കറണ്ട്. അങ്ങനെ പറഞ്ഞ മതി. പറഞ്ഞനുസരിച്ച് ഇനി ഇതിമ ഫുള്ള് കൂട്ടാനില്ല. ഓ നേച്ചറെ കണ്ട് ബൈബിളങ്ങനെ പോകാം. ഉണ്ടായിക്കോട്ടെ. 1.5 കുണ്ടനെ ചുവലിയായിരുന്നെങ്കിൽ ചോലി കറങ്ങില്ല. അതിൻ്റെ ഇപ്പം ഉമ്മ വിളിച്ചിരുന്നു. ഉമ്മമാറ്റി MES പോണിത്ര.
എന്താ കേട്ടോ 25 ഫുൾ ത്രോട്ടിൽ പിടിച്ച് അയിലശ നീ ചെറുക്കടേ കഴിഞ്ഞു കയറ്റം കഴിഞ്ഞല്ലോ. മാന്റെ ചോര ചെക്ക് ചെയ്യാൻ പോവാണല്ലേ നമ്മള്. ഇതിലും കിട്ടി നിമ്മമാന്റെ ചോര ചെക്ക് ചെയ്യാൻ പോവാ. എന്താ പരിപാടി? എന്താ ഇജ്ജ് എങ്ങട്ടാ? നൊലോളിച്ച് ഇറങ്ങിക്കണോ? ഉമ്മമാന്റെ ഇപ്പം ചോര ചെക്ക് ചെയ്യാം അല്ലേ? ഇങ്ങനെ വല്ല പോട്ടെ. ഇമ്മമ്മ ചോരെടുക്കാൻ പോയിക്കൂടല്ലേ? താത്തി പോയല്ലേ? അങ്ങോട്ട് നോക്കി ചിരിച്ചു, ഇന്റെ മുഖത്ത് നോക്കി ചിരിച്ചെടുത്താ അല്ല കഥലുണ്ടോ? ഉണ്ടോ? എന്റെ പേരെന്താ? എന്റെ പേരെന്താ? എന്ത് പേരാ? ആ പേരാ നോണ്ണാ പറ ബോൾ. പേരെന്താ? കൊല്ലു ഞാൻ. എന്റെ പേരെന്താ? ശുഭദിനം. അവിടെ വല്ല കുട്ടികളെ കാണുന്നുണ്ടോ? കുട്ടികളെ കാണുന്നുണ്ടോ? അതിന്റെ പ്രായത്തിലുള്ളല്ല? എത്ര എണ്ണം? അല്ല ശരിയാ തരാം. ഒറ്റക്ക് കാരിനോല് ഇവിടെ വെക്കുമ്പോ പന്ത്രണ്ട് നോക്കി എന്ത് പരിപാടിയാണ്? മോശാട്ടോ, മോശല്ലേ അല്ലേ? അങ്ങനെ സുഹൃത്തുക്കളെ, ഇന്നത്തെ എല്ലാവിധ കലാപരിപാടികളും കഴിഞ്ഞു. രാവിലെ തുടങ്ങി കളക്ടറേറ്റ് നിന്ന് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ കലാപരിപാടിയും ഇന്നത്തെ കഴിഞ്ഞു. ഇനി പോയി ചോറ് വെച്ചത് രാവിലെ ഒരു എന്താ ചായയും ഒരു പൊച്ചത്തിരിയും തിന്ന് ഇറങ്ങിയതാ. പള്ള അങ്ങേ തലക്കെത്തിയാണ്. സമയം ഇപ്പം 2 മണിയായി. ഇനി വല്ലതും തിന്നൊന്ന് കുളിച്ചട്ടെ. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പം ഇനി പിന്നെ ദിവസം കാണാം. ബൈ.